ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഒരു അടിപൊളി സെറ്റപ്പാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ ചെയ്യാൻ പറ്റും. ഇതിന് വേറെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. എങ്ങനെ നമ്മൾ നമുക്ക് ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ചു. ഒരു മെസ്സേജ് അയച്ചു കൊണ്ട് നമുക്ക് കാണാൻ പറ്റും എന്താണ് അയച്ചതെന്ന്. പക്ഷേ ഒരുപാട് മെസ്സേജുകൾ ഒരുമിച്ച് അയച്ചിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ആക്കി തന്നെ വേണം. ഓപ്പണാക്കി നോക്കിയാൽ ബ്ലൂടിക്ക് വരികയും ചെയ്യും, നമ്മൾ കണ്ടു എന്ന് അവരറിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവരറിയാതെ ബ്ലൂടിക്ക് വരാതെ നമുക്ക് ആ മെസ്സേജുകളൊക്കെ വായിക്കാനുള്ള ഓപ്ഷൻ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാട്സപ്പ് എടുക്കുക. നമ്മൾ വാട്സപ്പ് എടുത്തിട്ട് നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം. ഇപ്പോൾ സ്നെക്കിൾ സപ്പോർട്ട് എനിക്ക് 4 മെസ്സേജാണ് അയച്ചിട്ടുള്ളത്, മനസ്സിലായോ? ആ 4 മെസ്സേജ് എന്താണ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. അപ്പോൾ ലാസ്റ്റ് വീട്ടിലുള്ളത് കാണാൻ ഇല്ലല്ലോ എന്ന് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള 3 മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അത് നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പേരുണ്ടല്ലോ, നമ്മൾ ആരാണോ അയച്ചിട്ടുള്ള അയാളുടെ പേര് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ പേര് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ കറക്റ്റായിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ കേട്ടോ. തെറ്റിക്കഴിഞ്ഞാൽ വരില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്നെക്കിൾ സപ്പോർട്ട് എന്നുള്ള പേര് നമ്മളിതിൽ സെർച്ച് ചെയ്യുമ്പോൾ അടിയിൽ കണ്ടോ മെസ്സേജുകൾ. ആദ്യം സ്നെക്കിൾ സപ്പോർട്ട് ഒരു ഹായ് ആണ് അയച്ചിക്കണേ. പിന്നെ എന്താ വിശേഷം എന്ന് ചോദിച്ചിക്കണേ. പിന്നെ കാണാനില്ലല്ലോ, അതാണ് ഈ മെസ്സേജുകളുള്ളത്. ഇപ്പം എന്തായി, ഇപ്പം നമ്മളിപ്പോൾ ഈ മെസ്സേജ് കാണുകയും ചെയ്തു. ഇപ്പോൾ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഓപ്പൺ ആക്കാതെ ആ മെസ്സേജ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് മെസ്സേജ് വളരെ സിമ്പിളായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. എന്താണ് അയച്ചിട്ടുള്ളതെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.